നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ LP UPയുടെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരള മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻസ് എ സജി ചെറിയാൻ, ബി വീണ ജോർജ്, സി VN വാസവൻ, ഡി V ശിവൻകുട്ടി. ആരായിരിക്കും തൊഴിൽ വകുപ്പ് മന്ത്രി? ആൻസർ ഡി ആണ്, V ശിവൻകുട്ടി. അദ്ദേഹം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും. ഓർത്തിരിക്കുക, വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ആരാണ്? V ശിവൻകുട്ടിയാണ്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരെയൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. മെയിനായിട്ട് ഇദ്ദേഹത്തെയാണ് കേട്ടോ ഓർത്തിരിക്കേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ കുറിച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആഭ്യന്തരം, പൊതുഭരണം, വിജിലൻസ്, ജയില്, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം, IT, ആസൂത്രണം, ദുരിതാശ്വാസം, വിമാനത്താവളം, മെട്രോ റെയിൽ. അടുത്തത് MB രാജേഷ്, തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, ഗ്രാമീണ വികസനം, നഗരാസൂത്രണം, കില. PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത്, ടൂറിസം. അടുത്തത് VN വാസവൻ, സഹകരണം, രജിസ്ട്രേഷൻ. അടുത്ത ആൾ V അബ്ദുൾ റഹിമാൻ, കായികം, റെയിൽവേ, വഖഫ്, തപാൽ, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം. അടുത്ത മന്ത്രി KN ബാലഗോപാൽ, ധനകാര്യം, വാണിജ്യ നികുതി, ലോട്ടറി. അടുത്തത് P രാജീവ്, നിയമം, വ്യവസായം, കയർ, വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി. അടുത്ത നമ്മുടെ V ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പും. ഓർത്തിരിക്കുക കേട്ടോ. വീണ ജോർജിനും ഓർത്തിരിക്കുക, ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വനിതാ ശിശുക്ഷേമം. അവർ രണ്ടുപേരും മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ആളാണ്. അടുത്തത് റോഷി അഗസ്റ്റിൻ, ജലസേചനം, ഭൂഗർഭജല വകുപ്പ്. ചിഞ്ചുറാണി, മൃഗസംരക്ഷണം, തുകൽ വ്യവസായം, മൃഗശാല, വെറ്റിനറി സർവകലാശാല. K രാജൻ, ലാൻഡ് റവന്യൂ, ഹൗസിംഗ്. അടുത്ത മന്ത്രി AK ശശീന്ദ്രൻ, വനം, വന്യജീവി സംരക്ഷണം. അടുത്ത മന്ത്രി ആന്റണി രാജു, റോഡ് ഗതാഗതം, ജലഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ. അഹമ്മദ് ദേവർ കോവിൽ, തുറമുഖം, മ്യൂസിയം, പുരാവസ്തു. അടുത്തത് സജി ചെറിയാൻ, ഫിഷറീസ്, യുവജനക്ഷേമം, സാംസ്കാരികം. അടുത്ത മന്ത്രി P പ്രസാദ്, കൃഷി, മണ്ണ് സർവേ, ഹോർട്ടിക്കൾച്ചർ. അടുത്തത് GR അനിൽ, ഭക്ഷ്യം, പൊതുവിതരണം, ലീഗൽ മെട്രോളജി, ഉപഭോക്തൃകാര്യം. അടുത്ത ആള് K രാധാകൃഷ്ണൻ, ദേവസ്വം, പിന്നോക്കക്ഷേമം, പാർലമെന്ററി കാര്യം. അടുത്ത മന്ത്രി K കൃഷ്ണൻകുട്ടി, വൈദ്യുതി, അനർട്ട്. അടുത്തത് R ബിന്ദു, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, സർവകലാശാലകൾ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. നമുക്ക് ഓർത്തിരിക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും കുടുംബക്ഷേമവും അത് ആരാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആരാണ്? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അറിയാം, V ശിവൻകുട്ടിയാണ്. അതുപോലെ തന്നെ തൊഴിൽ വകുപ്പും അദ്ദേഹം തന്നെയാണ്. വീണ ജോർജാണ് ആരോഗ്യവും കുടുംബക്ഷേമവും, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വനിതാ ശിശുക്ഷേമവും. പിന്നെ ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, സർവകലാശാലകളും കൂടി ഓർത്തിരിക്കുക, R ബിന്ദു. ഇവർ 3 പേരും നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. ബാക്കിയുള്ളവരെ പറ്റുന്ന കൂട്ടുകാർ പഠിച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2021 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണെന്ന്? ഓപ്ഷൻസ് എ വള്ളി, ബി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, സി ഉഷ്ണരാശി, ഡി ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഏതായിരിക്കും ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് പുരസ്കാരങ്ങളെ കുറിച്ചിട്ടൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരമുണ്ട്, വള്ളത്തോൾ പുരസ്കാരമുണ്ട്, വയലാർ അവാർഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം എന്താണെന്ന് നോക്കാം. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എന്താണ്? സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. അതിൻ്റെ എത്ര രൂപയാണ് നമുക്ക് ആ പുരസ്കാരം വഴി കിട്ടുക? 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.
ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 1993 ആദ്യത്തെ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ആദ്യ വനിത ബാലാമണിയമ്മയാണ്. ഇനി 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ വരുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഓർത്തേ. സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും, അതായത് നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എന്തൊക്കെ കിട്ടും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച? 5 ലക്ഷം രൂപയും കിട്ടും, ഒരു പ്രശസ്തി പത്രവും ഉണ്ടായിരിക്കും. എന്നാണിത് തുടങ്ങിയത്? 1993 ആർക്കാണ് ആദ്യം ലഭിച്ചത്? ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യ വനിതയാണ് ബാലാമണിയമ്മ. ഇനി 2022 ആർക്കാണ് കിട്ടിയത്? നമ്മുടെ എ സേതുമാധവനാണ്. എ സേതുമാധവൻ ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വള്ളത്തോൾ പുരസ്കാരമാണ്. വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത് എന്നാണ്? 1991 ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ്. ഇനി വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വനിത നമ്മുടെ ബാലാമണിയമ്മ തന്നെയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയും വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയും ആര് തന്നെയാണ്? ബാലാമണിയമ്മയാണ്. സമ്മാന തുക എന്ന് പറയുന്നത് 1,11,111 രൂപ. 2019 വള്ളത്തോൾ അവാർഡ് ജേതാവ് പോൾ സക്രിയയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വള്ളത്തോൾ പുരസ്കാരം വന്നിരുന്നു. 1991 വള്ളത്തോൾ പുരസ്കാരം വന്നത്. ആദ്യമായിട്ട് കിട്ടിയത് ആരാണ്? പാല നാരായണൻ നായർക്കായിരുന്നു. ബാലാമണിയമ്മയാണ് ആദ്യത്തെ വനിത. രണ്ടിനും എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതും വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മയാണ്. സമ്മാന തുക എന്ന് പറയുന്നത് 1,11,111 രൂപയാണ്. 2019 വാങ്ങിച്ച ആളാരാണ്? പോൾ സക്രിയയാണ്. ഇനി നമുക്ക് വയലാർ അവാർഡിനെ കുറിച്ചിട്ട് നോക്കാം. വയലാർ അവാർഡ് എന്നാണ് നിലവിൽ വന്നത്? 1977 വയലാർ അവാർഡ് വന്നത്. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഒക്ടോബർ 27 ഈ അവാർഡ് സമ്മാനിക്കുന്നത്. ആദ്യ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം. അവരുടെ കൃതി അഗ്നിസാക്ഷിയാണ്. 2021 വയലാർ പുരസ്കാരം നേടിയത് ബെന്യാമിനാണ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചുള്ളൂ 2021 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണെന്ന് ചോദിച്ചത്. അതേതായിരുന്നു? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അത് ആരെഴുതിയതായിരുന്നു? ബെന്യാമിൻ്റെ ആയിരുന്നു. അടുത്തത് 2022 വയലാർ പുരസ്കാരം നേടിയത് 22 നേടിയത് എസ് ഹരീഷാണ്. കൃതി മീശയാണ്. അപ്പോൾ എന്താണ് വയലാർ അവാർഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? വയലാർ അവാർഡ് വന്നത് 1977 ഒക്ടോബർ 27 വയലാറിൻ്റെ ചരമദിനം. ആ സമയത്താണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ആദ്യത്തെ അവാർഡ് ലഭിച്ച ആളാരാണ്? ലളിതാംബിക അന്തർജനമാണ്. കൃതി അഗ്നിസാക്ഷിയാണ്. 2021 ബെന്യാമിനാണ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 എസ് ഹരീഷ്. കൃതി മീശ. ഹരീഷ് മീശ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പുരസ്കാരങ്ങളും പഠിച്ചു. ഏതാണ്? ആദ്യത്തെ നമ്മൾ പറഞ്ഞത് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയത് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. വയലാർ പുരസ്കാരം നേടിയത് ആരാണ്? പാല നാരായണൻ നായരാണ്. ബാലാമണിയമ്മയാണ് ആദ്യത്തെ വനിത. വള്ളത്തോൾ പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ഇവർ രണ്ടുപേരുമാണ്. ഇനി വയലാർ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. കൃതി ഏതാണ്? അഗ്നിസാക്ഷി. ലളിതാംബിക അഗ്നിസാക്ഷി. 2021 വയലാർ പുരസ്കാരം നേടിയത് ബെന്യാമിനാണ്. കൃതി ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 എസ് ഹരീഷ് വയലാർ അവാർഡ് നേടിയത്. കൃതി മീശയാണ്. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവാണ് ശ്രീകുമാരൻ തമ്പി. ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവാണ് ശ്രീകുമാരൻ തമ്പി. ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, ഇനി നമുക്ക് 1-2 കാര്യങ്ങളൂടി ഈ ഒരു കൂട്ടത്തിൽ പഠിച്ചു വെക്കാം. 2021 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ എം ലീലാവതിക്കാണ്. 2021 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി.
2022 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ കവിയും ഗാനരചയിതാവുമായ വ്യക്തി കെ ജയകുമാർ. 2022 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? കെ ജയകുമാർ. 2023 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് ആരാണെന്ന്? വി മധുസൂദനൻ നായർ. 2022 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് കെ ജയകുമാറാണ്. 2023 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് ആരാണ്? വി മധുസൂദനൻ നായർ. 2022 18ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായവർ ഡോക്ടർ പി കെ രാജശേഖരൻ. 2022 18ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായവരാണ് ഡോക്ടർ പി കെ രാജശേഖരൻ. 2021 ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് വി എം ഗിരിജ. 2021 ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് വി എം ഗിരിജ. 2022 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഖാലിദ് ജാവേദ്. 2022 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഖാലിദ് ജാവേദ്. നമത് ഖാന എന്ന കൃതിക്കാണ് പുരസ്കാരം. നമത് ഖാന. 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ടി പത്മനാഭൻ. 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ടി പത്മനാഭൻ. 2022 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് അംബികാസുധൻ മങ്ങാട്. 2022 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് അംബികാസുധൻ മങ്ങാട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പരോക്ഷ തെരഞ്ഞെടുപ്പ് അതായത് ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി. ഓപ്ഷൻസ് എ ഗ്രാമപഞ്ചായത്ത് അംഗം, ബി നിയമസഭാ അംഗം, സി ലോകസഭാ അംഗം, ഡി രാജ്യസഭാ അംഗം. പരോക്ഷ തെരഞ്ഞെടുപ്പ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി അതാണ് ആൻസർ. പരോക്ഷമായിട്ടാണ്, നമുക്ക് നേരിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പരോക്ഷ തെരഞ്ഞെടുപ്പ് വഴി ഏതാണ് ആൻസർ? ആൻസർ ഡി ആണ്, രാജ്യസഭാ അംഗം. അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ്, അതൊക്കെ ഒന്ന് നോക്കാം ജസ്റ്റ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലേ. അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് എന്ത്? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ജനാധിപത്യ രാജ്യങ്ങളിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് തെരഞ്ഞെടുപ്പ്. നമ്മളാണ് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് അവരെ വിജയിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ എന്ത് നടക്കാറുണ്ട്? തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോവുകയാണ്, അവിടെ ഡേറ്റ് വരെ പ്രഖ്യാപിച്ചു അല്ലേ. അപ്പോൾ 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഉള്ളത്. ഒന്ന് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, രണ്ടാമത്തത് എന്താണ്? പരോക്ഷ തെരഞ്ഞെടുപ്പ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആളാണ് പ്രത്യക്ഷമായിട്ട്, അതായത് ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയെ നമുക്ക് എന്ന് വിളിക്കാം? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും? ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ച പ്രതിനിധികളാൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതി. ഇപ്പം നമ്മൾ വോട്ട് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? വീണ്ടും വോട്ട് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും പരോക്ഷ തെരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ചെയ്യുന്നത്, ഓരോ ജനങ്ങളും ചെയ്യുന്നത് എന്താണ്? പ്രത്യക്ഷവും. ഇനി അവർ തിരഞ്ഞെടുത്ത ആ വ്യക്തി വഴി വീണ്ടും വോട്ട് ചെയ്യുന്നത്, വീണ്ടും തിരഞ്ഞെടുക്കുന്നതിന് എന്താണ് പറയുന്നത്? പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയും. അപ്പോൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിൽ വരുന്നത് ഏതൊക്കെയാണ്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് വഴി നടക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണം തെരഞ്ഞെടുപ്പ്. 3 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്: ലോകസഭ, സംസ്ഥാന സഭ, തദ്ദേശ സ്വയംഭരണം. ലോകസഭ, സംസ്ഥാനം, തദ്ദേശ സ്വയംഭരണം. ഇനി പരോക്ഷ തെരഞ്ഞെടുപ്പിന് ഉദാഹരണം ഏതൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. ഏതൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പിന്നെയോ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചോ. എന്താണ്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ഏതൊക്കെയാണ്? ലോകസഭ, സംസ്ഥാനം, പിന്നെ തദ്ദേശ സ്വയംഭരണം. ഇനി പരോക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പിന്നെയോ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. ഓർത്തിരിക്കണേ. ഇന്ത്യയിൽ
തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അവലംബിച്ചിരിക്കുന്ന 2 സംവിധാനങ്ങളാണ്. ഒന്നാമത്തെ കേവല ഭൂരിപക്ഷവും, 2 ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും. ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലാണ് എന്ത് വന്നിരിക്കുന്നത്, അതായത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്നത് ഏതിലേക്കാണ്? ലോകസഭ, സംസ്ഥാന നിയമസഭ, അതുപോലെ തന്നെ ഏതാണ് തദ്ദേശ സ്വയംഭരണം അല്ലെങ്കിൽ പഞ്ചായത്ത് നഗര ഭരണ സ്ഥാപനങ്ങൾ എന്നിവിടേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് ഏത്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം. അപ്പോൾ കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ഓർക്കണം? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണെന്ന്. ലളിതവും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതുമായ തെരഞ്ഞെടുപ്പ് രീതിയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇനി അതെങ്ങനെയാണ് നടത്തുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യും? രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നു. എന്ത് ചെയ്യും? ആദ്യം രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ എന്തു ചെയ്യപ്പെടുന്നു? തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലാണ് എന്ത് വരുന്നത്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി വരുന്നത്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി വഴി തെരഞ്ഞെടുക്കുന്നത് ആരെയൊക്കെയാണ്? ലോകസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇനിയോ പഞ്ചായത്ത് നഗര ഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയിൽ വരുന്നതാണ്. ഇനി അപ്പോൾ അടുത്തത് എന്തായിരിക്കും? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്നത് ആരൊക്കെ തിരഞ്ഞെടുക്കാനാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ. ഈ തെരഞ്ഞെടുപ്പുകളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കണം? പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണെന്ന് ഓർക്കണം. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭകളിലെ MLAമാരാണ്. എന്താണ്? സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭകളിലെ MLAമാരാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അംഗബലത്തിന് ആനുപാതികമായി അവർക്ക് രാജ്യസഭ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് എന്തിൽ വരുന്നത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വരുന്നത്. അപ്പം തെരഞ്ഞെടുപ്പുകൾ 2 തരം: പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, പരോക്ഷ തെരഞ്ഞെടുപ്പ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വരും? ലോകസഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ വരുന്നതാണ് ഏത്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി. ഇനി പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിനെയും ഉപരാഷ്ട്രപതിനെയും രാജ്യസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഇത് എന്തിൽ വരുന്നതാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ സമ്പ്രദായത്തിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി എന്തായിരിക്കും ഇതിൻ്റെ കൂടുതൽ? ജസ്റ്റ് നിയോജക മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ഭൂപ്രദേശ മേഖലയായി തിരിച്ചിരിക്കുന്നതാണ് നിയോജക മണ്ഡലങ്ങൾ. എന്താണ് നിയോജക മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ഭൂപ്രദേശ മേഖലയായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? നിയോജക മണ്ഡലങ്ങളെന്ന് വിളിക്കുന്നത്. എല്ലാ നിയോജക മണ്ഡലത്തിലും ഏകദേശം തുല്യ ജനസംഖ്യയാണ് ഉണ്ടാവുക. ലോകസഭാ തെരഞ്ഞെടുപ്പിനായി നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ അനുപാതത്തിൽ 543 നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പം എത്ര നിയോജക മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയുണ്ട്? 543 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത്. നിയോജക മണ്ഡലങ്ങളെ പോലെ ഓരോ സംസ്ഥാനത്തും ജനസംഖ്യ അനുപാതത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20.
കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140. ലോകത്തിലോട്ട് പോകുമ്പോൾ കുറവാണ്, 20. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. മറന്നു പോകരുത്. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140. ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ലോകത്തിലേക്ക് പോകുമ്പോൾ സംഖ്യ ചെറുതാണ്, 20ആണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. അപ്പം ഇത് നന്നായിട്ട് ഓർത്തിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ടതാണ്. കൂട്ടത്തിൽ ജസ്റ്റ് ഇതും കൂടി ഒന്ന് ഓർത്തിരുന്നു കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ശ്യാം ശരൺ നെഗിയാണ്. ആരാണ്? ശ്യാം ശരൺ നെഗി. നെഗി ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ വർഷം 1951 ഒക്ടോബർ 25. നെഗി ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ വർഷം 1951 ഒക്ടോബർ 25. ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ ആയിരുന്നു ശ്യാം ശരൺ നെഗി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ ആരായിരുന്നു? ശ്യാം ശരൺ നെഗി. ആദ്യ വോട്ടറാണ് ശ്യാം ശരൺ നെഗി, മറന്നു പോവരുതേ. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഏതാണ്? ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഏതാണ്? തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രക്രിയയും ഏത് തന്നെയാണ്? തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ 5 വർഷക്കാലത്തേക്കാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്ക്. അത് കഴിയുമ്പോൾ വീണ്ടും ഇലക്ഷൻ വന്നു. കാലാവധി പൂർത്തിയാകും മുമ്പ് സഭ പിരിച്ചുവിടാനും അടിയന്തര ഘട്ടങ്ങളിൽ സഭയുടെ കാലാവധി ദീർഘിപ്പിക്കുവാനും കഴിയും. ഇനി 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 1981 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയാണ്? 21 വയസ്സാണ്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18ആയി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 1989 61 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ നിലവിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കുക. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം എത്ര വയസ്സാവണമായിരുന്നു? 21 വയസ്സായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ 21 വയസ്സെന്നുള്ളത് 18 വയസ്സാക്കി ചുരുക്കി. അപ്പോൾ 18 വയസ്സിൽ വോട്ട് ചെയ്യാം എന്നൊരു നിയമം വന്നത് എന്നാണ്? 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം വയസ്സ് എത്രയാക്കി? 21 നിന്ന് 18 കുറച്ചു. അപ്പോൾ നമുക്കിപ്പോൾ 18 വയസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ പഠിക്കാനുള്ളത്, ഈ ഒരു ചോദ്യത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിന്ധ്യാപർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. വിന്ധ്യാപർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ബി ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. സി രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്. ഡി മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. വിന്ധ്യാപർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അപ്പോൾ എന്തായിരിക്കും ഈ വിന്ധ്യാനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിന്ധ്യാപർവ്വതനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിരയാണ് ഏത്? വിന്ധ്യാനിരകൾ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിരയാണ് ഏത്? വിന്ധ്യാനിരകൾ. വിന്ധ്യാനിരകൾ ഉത്തര മഹാസമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നു. വിന്ധ്യാനിരകൾ ഉത്തര മഹാസമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നു. വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സാത്പുര നിരകൾ. ഏതാണ് സാത്പുര നിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിന്ധ്യാനിരകൾക്ക് സമാന്തരമായിട്ട് നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത്? സാത്പുര നിരകൾ. 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് സാത്പുര. 7 പർവ്വതങ്ങളുടെ നിര ഏതാണ്? സാത്പുര. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ധൂപ്ഗഡ്. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഏത്? ധൂപ്ഗഡ്. എവിടെയാണ് ഇത്? ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്.
മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്നത് സത്പുര മലനിരയിലാണ്. മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരയിലാണ്? സത്പുര മലനിരയിലാണ്. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മാർഹിയാണ്. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ്? പച്മാർഹിയാണ്. ഇനി അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര സത്പുരയാണ്. അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? സത്പുരയാണ്. ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ഏത്? അസർഗഡ് ചുരം. ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അസർഗഡ് ചുരം. നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം കൂടിയാണ് അസർഗഡ് ചുരം. നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അസർഗഡ് ചുരം. വിദ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് മൈക്കില നിരകൾ. വിദ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഏത്? മൈക്കില നിരകൾ. യമുന നദിയുടെ ഉപദ്വീപീയ പോഷക നദികളുടെ ഉത്ഭവസ്ഥാനം വിദ്യ കൈമൂർ നിരകളിൽ നിന്നാണ്. യമുന നദിയുടെ ഉപദ്വീപീയ പോഷക നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? വിദ്യ കൈമൂർ നിരകളിൽ നിന്നാണ്. അപ്പം നമ്മൾ എന്താണ് പഠിച്ചത്? വിദ്യാപർവ്വത നിരകൾ കടന്നു പോകുന്ന ജില്ല അല്ലെങ്കിൽ വിദ്യാപർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ, ജില്ലയല്ല കേട്ടോ, സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഏതാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇനി എന്താണ് വിദ്യാനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇന്ത്യനെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വത നിരയാണ് ഏത്? വിദ്യാനിരകള്. വിദ്യാനിരകള് പിന്നെ എന്തും കൂടി ചെയ്യുന്നുണ്ട്? ഉത്തര മഹാസമുദ്രത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നുണ്ട്. വിദ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് സത്പുര നിരകൾ. എന്താണ് പറഞ്ഞത്? വിദ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? സത്പുര നിരയാണ്. സത്പുര നിരയെ നാം പറയുന്ന മറ്റൊരു പേര് ഏതാണ്? 7 പർവ്വതങ്ങളുടെ നിര. അപ്പോൾ 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സത്പുര നിര. ഇനി സത്പുര നിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ധൂപ്ഗഡ്. ഏതാണ്? ധൂപ്ഗഡ്. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഈ സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? പച്മാർഹിയാണ്. സത്പുരയുടെ റാണി ആരാണ്? പച്മാർഹി. അപ്പോൾ ഈ പച്മാർഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമാണ് ഏത്? പച്മാർഹി. പച്മാർഹിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സത്പുരയുടെ റാണി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഏതാണ് നമ്മൾ പഠിച്ചത്? ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഏതാണ് നമ്മൾ പറഞ്ഞു? അസർഗഡ് ചുരമാണ്. ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഏതാണ്? അസർഗഡ് ചുരമാണ്. അസർഗഡ് ചുരം ഏത് മലനിരയിലാണ് അല്ലെങ്കിൽ ഏത് പർവ്വതനിരയിലാണ് നിൽക്കുന്നത്? സത്പുര പർവ്വതനിരയിലാണ്. അസർഗഡ്, സത്പുര ഓർത്തിരിക്കുക. നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? അസർഗഡ് ചുരമാണ്. നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അസർഗഡ് ചുരം. ഇനി വിദ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? മൈക്കില നിരകൾ. വിദ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ നിൽക്കുന്നത് ആരാണ്? മൈക്കില നിരകൾ. അവിടെ മൈക്ക് പിടിച്ചുകൊണ്ട് ആര് നിൽക്കുന്നുണ്ട്? വിദ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ നിൽക്കുന്നുണ്ട്. വിദ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ നിൽക്കുന്ന പർവ്വതനിരയാണ് മൈക്കില നിരകൾ. ഇനി യമുനയുടെ നദിയുടെ ഉപദ്വീപീയ പോഷക നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? വിദ്യ കൈമൂർ നിരകളിൽ നിന്ന്. അപ്പം ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ തറയാൻ വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും വീണ്ടും പഠിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പതിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിക്കുന്ന ഇന്ത്യൻ പ്രദേശം. ജർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണെന്ന്? ഓപ്ഷൻസ് എ ലക്ഷദ്വീപ്, ബി ഉത്തരാഞ്ചൽ, സി ആൻഡമാൻ, ഡി ഹിമാചൽ പ്രദേശ്. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, ആൻഡമാൻ. നമുക്ക് ഇന്ത്യയിലെ കുറച്ച് പ്രധാന ഗോത്രവർഗ്ഗക്കാരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. സെലിയാങ് നാഗാലാൻഡ്. സെലിയാങ് നാഗാലാൻഡ്. എർ ഗോത്രം മേഘാലയ മിസോറാം. എർ ഗോത്രം മേഘാലയ മിസോറാം. കുക്കി മണിപ്പൂർ. കുക്കി മണിപ്പൂർ. കൽബലിയ രാജസ്ഥാൻ. കൽബലിയ രാജസ്ഥാൻ. റക്മ
നാഗാലാൻഡ് ആസാം. റക്മ നാഗാലാൻഡ് ആസാം. ബൻ രാവൽസ് ഗോത്രം ഉത്തരാഖണ്ഡ്. ബൻ രാവൽസ് ഗോത്രം ഉത്തരാഖണ്ഡ്. റിയാങ് ഗോത്രം ത്രിപുര. റിയാങ് ഗോത്രം ത്രിപുര. ഓങ്കസ് ആൻഡമാൻ നിക്കോബാർ. ഓങ്കസ് ആൻഡമാൻ നിക്കോബാർ. ഷോംപെൻ ആൻഡമാൻ നിക്കോബാർ തന്നെയാണ്. ഷോംപെൻ ആൻഡമാൻ നിക്കോബാർ. സോളിഗാസ് ഗോത്രം കർണാടക. സോളിഗാസ് ഗോത്രം കർണാടക. ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.